രാവിലെ റെഡിയായി വന്ന സച്ചി എന്റെ പച്ച ഷർട്ട് കാണാനില്ല, നീ അത് കണ്ടോ എന്ന് രേവതിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. എല്ലാ ഷർട്ടും ഞാൻ മടക്കി അലമാരയിൽ വെച്ചതാണല്ലോ എന്ന് രേവതി മറുപടി കൊടുക്കുവാണ്. എന്നാലേ ആ സുധി എങ്ങാനും മാറിയെടുത്തിട്ടുണ്ടാവും, അവൻ ഇടയ്ക്കിടെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ പറഞ്ഞ സച്ചി അവന്റെ റൂമിലേക്ക് പോവുകയാണ്. അത് കണ്ടുകൊണ്ട് വന്ന ചന്ദ്രമതി ഓടി രേവതിയെ തള്ളിയിട്ട് സച്ചിയുടെ പിറകെ ഓടുകയാണ്. പിന്നീട് ചന്ദ്രമതി വാതിൽക്കൽ വന്ന് സച്ചിയെ തടയുന്നുണ്ട്. മാറി നിക്കമ്മേ, എന്റെ ഷർട്ട് ഇതിനകത്താ. അങ്ങനെ സച്ചി പറയുമ്പോ, ഇപ്പൊ നീ ഇട്ടിരിക്കുന്ന ഷർട്ടിന് എന്താടാ കുഴപ്പം, ഇതിട്ടിട്ട് നീ പോയാ മതി. ഇപ്പൊ നീ കഥകിലൊന്നും തട്ടി വിളിക്കണ്ട, ഈ റൂമിലേക്ക് പോവാൻ പറ്റില്ല. അങ്ങനെ ചന്ദ്രമതി പറയുകയാണ്. എന്തുകൊണ്ട് പോവാൻ പറ്റില്ല? അങ്ങനെ സച്ചി ചോദിച്ചപ്പോ, അവരുറങ്ങുവാ, ഇപ്പൊ വിളിച്ചുണർത്തണ്ട എന്ന് പറയുവാണ് ചന്ദ്രമതി. ഉറങ്ങുന്നെന്നോ, മണി 10 എന്ന് പറഞ്ഞ് സച്ചി അവരെ വിളിക്കാൻ നോക്കുവാണ്. അച്ഛൻ രേവതിയോട് സച്ചിയെ ടിഫിൻ എടുത്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സച്ചി രേവതിയോടൊപ്പം ഫുഡ് കഴിക്കാനായി വന്നിരിക്കുവാണ്. സച്ചി പാത്രം തുറന്ന് നോക്കിയപ്പോ, ഹായ്, പൂരിയും മസാലയും, പെട്ടെന്ന് എടുത്തു വെക്ക് രേവതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതി സച്ചിക്ക് പൂരി എടുത്തു കൊടുക്കുന്നത് കണ്ടുകൊണ്ട് ചന്ദ്രമതി എത്തുകയാണ്. നീ എന്താടി പൂരി ഉണ്ടാക്കി വെച്ചത്? ശ്രുതിക്ക് എന്താണോ ഇഷ്ടം അത് ചോദിച്ചുണ്ടാക്കാനല്ല ഞാൻ പറഞ്ഞത്. ശ്രുതിക്ക് ഇത് ഇഷ്ടപ്പെടുവോ? അങ്ങനെ ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ്. അവൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കുമ്പോഴേക്കും, ഇവിടെ എല്ലാരും വിശന്നിരിക്കാൻ പറ്റില്ലല്ലോ അമ്മ, ഇദ്ദേഹത്തിന് പൂരിയാ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി. അങ്ങനെ രേവതി അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് രേവതി, എനിക്ക് പൂരിയുടെ മണം വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് വേഗം എടുത്തതാ. അങ്ങനെ സച്ചി തിരക്ക് കൂട്ടുവാണ്. ഇവന് ഇഷ്ടമുള്ളത് എല്ലാരും ഈ വീട്ടിൽ കഴിക്കണമെന്നാണോ എന്ന് ചോദിച്ച് ചന്ദ്രമതി ബഹളം വയ്ക്കുന്നുണ്ട്. അതിന് കഴിക്കണമെന്ന് ആര് പറഞ്ഞു? വേണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട. അങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാരും പട്ടിണി കിടക്കണമെന്നാണോ? അങ്ങനെ ചന്ദ്രമതി ചോദിച്ചപ്പോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഇവളുണ്ടാക്കിയത് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് എടുത്തു കഴിക്കാം, ഇല്ലെങ്കിലേ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തന്നെ പോയി ഉണ്ടാക്കിക്കോ. ആഹാ, എന്ത് പൊരിഞ്ഞ പൂരി! രേവതി, അച്ഛനും കൂടി എടുത്തു വെക്ക്, അച്ഛാ ഓടിവാ. അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രമതി, നീയും കൂടി ഇരിക്ക്, പൂരി മസാലയല്ലേ? അങ്ങനെ അച്ഛമ്മ ചോദിച്ചപ്പോ, അതെ അച്ഛമ്മേ, രേവതി നല്ല സൂപ്പറായിട്ട് പൂരി ഉണ്ടാക്കും. അങ്ങനെ സച്ചി പറയുകയാണ്. അറിയാം, രേവതി നാട്ടിൽ വന്നപ്പോ ഒരു ദിവസം ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞ് അച്ഛമ്മ അത് കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയും സുധിയും ഒക്കെ റെഡിയായി അവിടേക്ക് എത്തുകയാണ്. പാത്രങ്ങളിലേക്ക് നോക്കി ശ്രുതി, അയ്യേ, ഇതെന്താ പൂരിയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മോളെ, നിനക്ക് പൂരി ഇഷ്ടല്ലേ? അങ്ങനെ ചന്ദ്രമതി ചോദിച്ചപ്പോ, അമ്മ, എണ്ണയിൽ പൊരിച്ചതൊന്നും തന്നെ എനിക്കിഷ്ടല്ല എന്ന് ശ്രുതി മറുപടി കൊടുക്കുന്നുണ്ട്. അത് കേട്ട് സച്ചി, പിന്നെ പൂരി എണ്ണയിലല്ലാണ്ട് വെള്ളത്തിൽ പൊരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് കളിയാക്കുവാണ്. ദേഷ്യം വന്ന ശ്രുതി, ഇയാൾ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രുതി, നീ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഇവനെ ഒരു ഇഡിയറ്റാണ്. അങ്ങനെ ശ്രുതിയോട് പറയുവാണ്. എന്താടാ രണ്ടുപേരും എന്നെ കുറിച്ച് കുശിക്കുന്നേ? അങ്ങനെ സച്ചി ചോദിക്കുമ്പോ, മനസ്സിലായില്ലല്ലേ? എന്നാലേ മിണ്ടാതെ കഴിക്കാൻ നോക്ക്. അമ്മേ, നമുക്ക് അമ്പലത്തിലേക്ക് പോണ്ടേ? എനിക്ക് പൂരി എടുത്തു തരാൻ പറയ്. അങ്ങനെ ശ്രുതി പറഞ്ഞു കൊടുത്തപ്പോ, ശ്രുതി, കാലത്ത് ഈ പൂരിയൊക്കെ കഴിച്ച അസിഡിറ്റി ഉണ്ടാവും. അങ്ങനെ ശ്രുതി പറയുവാണ്. ഫുഡ് കഴിച്ചാലേ ഇവനെ പോലെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന ഇതൊക്കെ ഉണ്ടാവും. നല്ല പോലെ ഓടിച്ചാടി ജോലി ചെയ്താലേ ഒരു അസുഖവും വരില്ല, അല്ലേ അച്ഛമ്മേ? അങ്ങനെ സച്ചി ചോദിക്കുവാണ്. അതെ മോളെ, ദിവസവും കഴിച്ചാലാണ് തെറ്റ്. ഇടയ്ക്ക് ഒരു ദിവസം കഴിച്ചെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ അച്ഛമ്മ പറയുമ്പോ, അച്ഛമ്മയെ നീ നോക്ക്, എത്ര പൂരിയാ കഴിച്ചത്? അച്ഛമ്മ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളാ, അതുകൊണ്ട് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. നീയാണെങ്കിൽ ഒരേ സ്ഥലത്തിരുന്ന് ജോലി നോക്കുന്നവനല്ലേ, അപ്പോ അസിഡിറ്റി ഒക്കെ വരും എന്നൊക്കെ സച്ചി പറയുമ്പോ, കാലത്ത് മുതല് ഒരേ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്നത് വലിയ കഷ്ടപ്പാട് തന്നെയാ. അങ്ങനെ ശ്രുതി മറുപടി കൊടുക്കുവാണ്. അതൊന്നും അവൻ അറിയില്ല മോളെ, കാറ് ഓടിക്കുന്നതല്ലാണ്ട് വേറെ ജോലിയൊന്നും ഇവൻ അറിഞ്ഞൂടാ. അങ്ങനെ ചന്ദ്രമതി കളിയാക്കുന്നുണ്ട്. ചന്ദ്രമതി, അതും ഒരു ജോലി തന്നെയാണ്, അതിനെ കുറവായി കാണരുത്. അങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുത്തപ്പോ, ശ്രുതി, എനിക്ക് വല്ലാതെ വിശക്കുന്നു, ഒരു 2 പൂരിയെങ്കിലും ഞാൻ കഴിച്ചോട്ടെ. അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്. ഇല്ല ശ്രുതി, വേണ്ട, അത് കഴിക്കരുത്. ഞാനേ നിനക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാം, ഒരു 5 മിനിറ്റിനുള്ളിൽ ABC ജ്യൂസ് റെഡിയാക്കി തരാം ഞാൻ എന്ന് പറയുവാണ് ശ്രുതി. അത് കേട്ട് സച്ചി, രേവതി, അതെന്താ ജ്യൂസിനൊക്കെ ABC എന്ന് പേര്, അതെന്തായെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്ന് രേവതി പറഞ്ഞപ്പോ, അതെങ്ങനെ അറിയാനാ, വലിയ പഠിപ്പ് പഠിച്ചവർക്ക് ഇതൊക്കെ മനസ്സിലാവും. അങ്ങനെ പറഞ്ഞ് ചന്ദ്ര കളിയാക്കുന്നുണ്ട്. ABC എന്ന് വെച്ചാ 3 വാക്കല്ലേ, അതിന് വലിയ പഠിപ്പൊന്നും പഠിക്കണ്ട. അങ്ങനെ സച്ചി അമ്മയ്ക്ക് മറുപടി കൊടുക്കുവാണ്. ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്
ഇത് 3 തരം ചെയ്ത ജ്യൂസാണ്, ABC ജ്യൂസ്. ഇത് ഹെൽത്തിന് വളരെ നല്ലതാണ്. അങ്ങനെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓ, ഇതിനാണോ വലിയ ബിൽഡപ്പ് എന്ന് പറഞ്ഞിരിക്കുവാണ് സച്ചി. ശ്രുതി നീ വാ, നിനക്ക് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ശ്രുതി വിളിച്ചപ്പോ എന്റെ പൂരിയെല്ലാം പോയി എന്ന് പറഞ്ഞ് കരയുവാണ് ശ്രുതി. കറക്റ്റാണ് മരുമകളെ നീ പറഞ്ഞത്. നമ്മളെല്ലാരും ഹെൽത്തിയായി ഫുഡ് വേണം കഴിക്കാൻ. നീ എനിക്കും കൂടി ചേർന്ന് ജ്യൂസ് ഉണ്ടാക്കിക്കോളൂ. അങ്ങനെ ചന്ദ്രമതി പറഞ്ഞപ്പോ ശ്രുതി അതിനായി കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അപ്പോ നിങ്ങൾക്കൊന്നും പൂരി വേണ്ടല്ലേ? അങ്ങനെ സച്ചി ചോദിച്ചപ്പോ എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ പൂരി, അസിഡിറ്റി വരും എന്ന് പറയുവാണ് ചന്ദ്രമതി. എന്നാലേ അവളുടെ പൂരിയൊക്കെ എനിക്ക് തന്നേക്ക്, ഞാൻ കഴിച്ചോളാം. അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോ രേവതി പൂരിയെല്ലാം എടുത്ത് സച്ചിക്കും അച്ഛനും വീതിച്ചു കൊടുക്കുവാണ്. അവര് എല്ലാ പൂരിയും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അച്ഛമ്മ തന്റെ മകനെ അടുത്തേക്ക് വിളിച്ച് ഈ മരുമകൾ വന്ന ദിവസം തന്നെ ഈ വീട്ടിലെ അടുക്കള 2ആയി ഭാഗിച്ചു. ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രുതി ജ്യൂസ് ഉണ്ടാക്കി അമ്മയ്ക്കും ശ്രുതിക്കും കൊണ്ടുവന്ന് കൊടുക്കുവാണ്. മോളുടെ കൈകൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ ജ്യൂസ് അല്ലേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി സന്തോഷത്തോടെ അത് വായിൽ വെച്ച് ടേസ്റ്റ് ചെയ്യുവാണ്. ഉടനെ അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ തുപ്പിക്കളയാനൊക്കെ നോക്കുവാണ് ചന്ദ്രമതി. പക്ഷേ ശ്രുതിയെ പിണക്കാൻ മടിച്ച് നല്ല ജ്യൂസാണെന്ന് ചന്ദ്ര കള്ളം പറയുന്നുണ്ട്. ശ്രുതിയും ആ ജ്യൂസ് കുടിക്കാൻ ആകെ ബുദ്ധിമുട്ടുകയാണ്. ഇതൊക്കെ കണ്ട് സച്ചി വന്ന് രേവതി, ഇന്ന് ദിവസം 3 നേരം കഴിച്ചതുപോലെയുണ്ട് നിന്റെ ഈ പൂരി കഴിച്ചപ്പോ. അത്രയും സ്വാദുണ്ട് നിന്റെ പൂരിക്ക്. ഇതിന് നിനക്ക് ഒരു അവാർഡെങ്കിലും തരണം അല്ലേ അച്ഛമ്മേ എന്നൊക്കെ അവര് കേൾക്കാനായി പറയുകയാണ്. അതെ അതെ, എന്റെ മോള് രേവതിയുടെ കൈപുണ്യം പിന്നെ പറയാനുണ്ടോ? അങ്ങനെ ശ്രുതി കേൾക്കാനായി പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അവരുടെ മുന്നിലൂടെ നടക്കുവാണ്. ഇത്രയും രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇവരെ നോക്കിയേ, പശു കാടിവെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുന്നത്. രേവതി, നിന്റെ പൂരി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലൂടെ നടന്നു പോവാണ് സച്ചിയും. അത് കണ്ട് ശ്രുതി ഇഷ്ടപ്പെടാതെ നിൽക്കുവാണ്. ശേഷം ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്ന്, അമ്മേ, സച്ചിക്ക് രേവതിയോട് ഒരുപാട് ക്ലോസ് ആയതുപോലെ തോന്നുന്നുണ്ട്. അവൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സച്ചി സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്.